ഹായ് എവ്രി വൺ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? ഒരു വെക്ടർ തന്നാൽ അതിനെ നോർമലൈസ് ചെയ്യാൻ പഠിച്ചു, യൂണിറ്റ് വെക്ടർ കാണാൻ പഠിച്ചു അല്ലേ? അപ്പം യൂണിറ്റ് വെക്ടർ കാണുന്നതാണ് യൂണിറ്റ് വെക്ടർ എ ഇസ് ഇക്വൽ ടു ആ വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ നോം അല്ലെങ്കിൽ മോഡുലസ് കണ്ടാൽ മതി അല്ലേ? ഇനി നെക്സ്റ്റ് ഇന്നർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ്. അപ്പം ഒന്നുകിൽ ഇന്നർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വിളിക്കും. അപ്പം അതെങ്ങനെയാണ്? ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് വെക്ടേഴ്സിന്റെ ഇന്നർ പ്രോഡക്റ്റ് എങ്ങനെ കാണും അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കാണുമെന്ന് പഠിക്കാം. Okay, the standard inner product, also known as the Euclidean inner product, the standard inner product, also known as the Euclidean inner product or dot product of two n vectors a equal to a1, a2, etc. an and b equal to b1, b2, etc. bn is the real number defined by dot product അല്ലെങ്കിൽ inner product a dot b equal to എങ്ങനെയാ ചെയ്യുന്നത്? a1 b1 plus a2 b2 plus a3 b3 plus etc plus an bn. ഓക്കെ, അപ്പൊ അതായത് രണ്ട് വെക്ടേഴ്സ്. അപ്പൊ എ എന്ന് പറയുന്ന ഒരു വെക്ടേഴ്സ് ഇപ്പം ടു സ്പേസിലാണെങ്കിൽ അതായത് എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ എ ഇസ് ഇക്വൽ ടു a1i പ്ലസ് a2j എന്നും ബി ഇസ് ഇക്വൽ ടു b1i പ്ലസ് b2j എന്നും ആണെങ്കിൽ അതിന്റെ ഇന്നർ പ്രോഡക്റ്റ്, ആ രണ്ട് വെക്ടേഴ്സിന്റെ ഇന്നർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ യൂക്ലിഡിയൻ ഇന്നർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എ ഡോട്ട് ബി കാണും. ദെൻ എ ഡോട്ട് ബി ഈക്വൽ ടു ith കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് jth കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ഇനി kth കമ്പോണന്റ് ഉണ്ടെങ്കിൽ kth കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ പോകും. അതായത് a1 b1 പ്ലസ് a2 b2 ടു സ്പേസ് ആണെങ്കിൽ, ആ ത്രീ സ്പേസ് ആണെങ്കിലോ എങ്ങനെ വരും? a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. അങ്ങനെയാണെങ്കിൽ n സ്പേസ് ആണെങ്കിൽ, അതായത് n വെക്ടേഴ്സ് ഉള്ള ഒരു സ്പേസ് ആണെങ്കിൽ, that is a equal to a1 a2 etc an വരെയും b equal to b1 b2 etc bn വരെയും ഉണ്ടെങ്കിൽ a dot b ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എങ്ങനെ എഴുതും? a1 b1 പ്ലസ് a2 അല്ലേ പ്ലസ് a2 b2 പ്ലസ് എക്സെട്ര പ്ലസ് an bn. ഓക്കെ, അതായത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ഈക്വൽ ടു വെക്ടർ a1 a2 b ഈക്വൽ ടു b1 b2 then a ഡോട്ട് b ഈക്വൽ ടു a1 b1 പ്ലസ് a2 b2. ഓക്കെ, ഇനി ത്രീ വെക്ടേഴ്സ് ആകുമ്പോഴോ a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. ഇനി നെക്സ്റ്റ് രണ്ട് വെക്ടേഴ്സ്. അപ്പൊ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് കാണാൻ പഠിച്ചു അല്ലേ? ഡോട്ട് എന്തെടുത്താൽ മതി? എ ഡോട്ട് ബി എടുത്താൽ മതി. ഇനി രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് പറയണമെങ്കിൽ, if two non-zero vectors a and b in Rn are said to be orthogonal if and only if a dot b equal to 0, that is the real number 0. അതായത് രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ എന്ന് വിളിക്കണമെങ്കിൽ, രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ എന്ന് വിളിക്കണമെങ്കിൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? ഇനി നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. Find the inner product of two vectors a equal to 1, 2, 3 and b equal to 0, -2, 1 in R3 are the vectors are orthogonal. അപ്പം രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആ വെക്ടേഴ്സിന്റെ ഇന്നർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം, അത് ഓർത്തോഗണൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഇന്നർ പ്രോഡക്റ്റ് എങ്ങനെ കാണും? ഇന്നർ പ്രോഡക്റ്റ് ഈസ് എ ഡോട്ട് ബി then a dot b equal to 1 into 0. ആദ്യത്തെ വെക്ടറിൽ നിന്ന് ഫസ്റ്റ് എലമെന്റ് എ ഇൻറ്റു രണ്ടാമത്തെ വെക്ടറിന്റെ ഫസ്റ്റ് എലമെന്റ് പ്ലസ് ഫസ്റ്റ് വെക്ടറിന്റെ സെക്കൻഡ് എലമെന്റ് സെക്കൻഡ് വെക്ടറിന്റെ സെക്കൻഡ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് 3 into 1 ഈക്വൽ ടു എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1. അപ്പം -1 കിട്ടി. ഇതിന്റെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -1. ഇനി എന്താ ക്വസ്റ്റ്യൻ? ആർ ദ വെക്ടേഴ്സ് ആർ ഓർത്തോഗണൽ. ഓർത്തോഗണൽ ആണോ? എന്താ ഓർത്തോഗണൽ ആകാനുള്ള കണ്ടീഷൻ? ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും അല്ലേ? Thus a dot b equal to, ഇവിടെ a dot b എത്ര കിട്ടിയത്? -1. Then which is not equal to 0. Therefore the vectors a and b are not orthogonal അല്ലേ? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. എക്സാമിൻ വെദർ ദ വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, ഇൻ R5 ആർ ഓർത്തോഗണൽ. ഇതിനകത്ത് ഈ വെക്ടറിനായി സെറ്റിനകത്ത് 5 എലമെന്റ്സ് ഉണ്ട് അല്ലേ? ഇപ്പൊ എങ്ങനെ നമ്മൾ ഓർത്തോഗണൽ ആണോ ചെക്ക് ചെയ്യും? പ്രത്യേകിച്ചൊന്നുമില്ല. എ ഡോട്ട് ബി ഫസ്റ്റ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് സെക്കൻഡ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് തേർഡ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് അങ്ങനെ ചെയ്ത് നോക്കുക. എന്ത് കിട്ടും? ഈക്വൽ ടു 0 കിട്ടി. ദെൻ അത് അപ്പം ഈക്വൽ ടു 0 കിട്ടി. ദെൻ എ ഡോട്ട് ബി ഈക്വൽ ടു 0 കിട്ടി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആ രണ്ട് വെക്ടേഴ്സും ഓർത്തോഗണൽ ആണെന്ന് പറയാം. ഓക്കെ,
അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് കാണാൻ പഠിച്ചു. ഇന്നർ പ്രോഡക്റ്റ് കാണാൻ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി അല്ലേ. ഇനി നെക്സ്റ്റ് വെക്റ്റർ സ്പേസ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. വെക്റ്റർ സ്പേസ് നോക്കിയ ഡെഫിനിഷൻ, let V be a set of elements called vectors on which two operations called vector addition and scalar multiplication are defined. Then V is said to be a vector space if the following 10 properties are satisfied. Very important. ഈ വെക്റ്റർ സ്പേസിന്റെ ഡെഫിനിഷൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കാരണം ഇനി പ്രോബ്ലം എല്ലാം ഈ വെക്റ്റർ സ്പേസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താ വെക്റ്റർ സ്പേസ് എന്ന് നോക്കാം നമുക്ക്. ഒരു സെറ്റ് ഓഫ് വെക്റ്റർ, ഒരു സെറ്റിനകത്ത് വി എന്ന് പറയുന്ന ഒരു സെറ്റാണ്, ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. അതായത് എംപ്റ്റി അല്ലാത്ത സെറ്റ്, ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റിനെ മാത്രമേ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കാൻ പറ്റൂ. ഇപ്പോൾ 0, ആ സെറ്റിനകത്ത് 0 ഉണ്ടെങ്കിൽ 0യും ഒരു എലമെന്റ് ആണ്. അപ്പോൾ ഒരു വി എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ്, അതിനകത്ത് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സിനെ വേണമെങ്കിൽ നമുക്ക് വെക്റ്റേഴ്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിനെ, ആ നോൺ എംപ്റ്റി സെറ്റ് വിയെ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കണമെങ്കിൽ അത് കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത് അഡിഷൻ്റെ, വെക്റ്റർ അഡിഷൻ്റെ, അതായത് അതിനകത്തുള്ള എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്. അതേപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ മീൻസ് ഏതെങ്കിലും ഒരു റിയൽ നമ്പർ കൊണ്ട് അതിനകത്തുള്ള വെക്റ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴുണ്ടാകുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന നോൺ എംപ്റ്റി സെറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. The following 10 properties. നോക്കിയ ആക്സിയംസ് ഓഫ് വെക്റ്റർ അഡിഷൻ. അഡിഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെക്റ്റർ അഡിഷന്റെ ഫസ്റ്റ് വൺ ക്ലോഷർ ആക്സിയം. അപ്പൊ ക്ലോഷർ ആക്സിയം എന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ സെറ്റ് വി ആണ്, ആ വി ആണ് നമുക്ക് വെക്റ്റർ സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടുള്ളത്. അപ്പം വി ഒരു വെക്റ്റർ സ്പേസ് ആകണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് വെക്റ്റർ അഡിഷന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ആ വിയിലെ ഏത് രണ്ട് എലമെന്റ് എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്ന റിസൾട്ട് എവിടെ തന്നെ കാണണം? വിയിൽ തന്നെ കാണണം. ക്ലിയർ ആയോ? ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻ വി then x plus y is in v. അതായത് വിയിലെ ഏത് രണ്ട് എലമെന്റ് എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്ന അതായത് ആഡ് ചെയ്ത് കിട്ടുന്ന ആ സം എന്ന് പറയുന്നത് എവിടെ കാണണം? അഗെയിൻ വിയിൽ തന്നെ കാണണം. ദാറ്റ് ഈസ് അതിനെ വിളിക്കുന്ന പേര് ക്ലോഷർ ഓഫ് ആക്സിയം എന്നാണ്. സെക്കൻഡ് വൺ കമ്മ്യൂട്ടേറ്റീവ് ലോ. അപ്പോൾ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് നോക്കാം. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് വെക്ടേഴ്സ് എടുത്തു. എക്സ് ആൻഡ് വൈ ആർ ടു വെക്ടേഴ്സ് ഇൻ വി, അല്ലെങ്കിൽ ടു എലമെന്റ്സ് ഇൻ വി. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ആയിരിക്കണം. അതായത് ആ എലമെന്റ് എക്സ് പ്ലസ് വൈ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും തിരിച്ച് വൈ പ്ലസ് എക്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും സെയിം എലമെന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അത് കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ രണ്ട് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൂന്നാമത്തത് അസോസിയേറ്റീവ് ലോ. അപ്പൊ അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വിയിലെ 3 എലമെന്റ് എടുത്തു, എക്സ് വൈ ആൻഡ് ഇസഡ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഇക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഇങ്ങനെ എഴുതാൻ പറ്റണം. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, ഫസ്റ്റ് വൈ പ്ലസ് ഇസഡ് കാണുക, അതിൻ്റെ കൂടെ എക്സ് ആഡ് ചെയ്യുക. തിരിച്ച് എക്സ് പ്ലസ് വൈ കാണുക, അതിൻ്റെ കൂടെ ഇസഡ് ആഡ് ചെയ്യുക. അപ്പോൾ രണ്ടും ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കണം. ഇനി നെക്സ്റ്റ് വൺ existence of zero vector. അതായത് there is a unique vector 0 in V called the zero vector such that for all x in V 0 plus x is equal to x plus 0. അതായത് ഒരു 0 എന്ന് പറയുന്ന വെക്ടർ എവിടെ കാണണം? വിയിൽ ഉണ്ടായിരിക്കണം. അതായത് 0 എന്ന് പറയുന്ന വെക്ടർ 0 വിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു 0 വിയിൽ ഉണ്ടെങ്കിൽ 0 പ്ലസ് ആ 0യുടെ കൂടെ ആ വെക്ടർ സ്പേസിലെ ആ സെറ്റിലെ ഏത് എലമെന്റ് ആഡ് ചെയ്താലും കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കണം? 0 തന്നെ ആയിരിക്കണം. കിട്ടുന്നത് എക്സ് തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ എക്സ് പ്ലസ് 0 തിരിച്ചും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സെയിം ആയിരിക്കണം. ഓക്കെ, അതായത് 0 എന്ന് പറയുന്ന ഒരു 0 എലമെന്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം. ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ അതിനകത്ത് 0 ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പൊ മാത്രമല്ല ആ 0യുടെ കൂടെ ഏതൊരു വെക്ടർ ആഡ് ചെയ്താലും കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കണം? ആ വെക്ടർ തന്നെ ആയിരിക്കണം. അതായത് എക്സ് തന്നെ ആയിരിക്കണം. 0 plus x is equal to x plus 0 ആയിരിക്കണം, which is also equal to x തന്നെ. അതിനെ വിളിക്കുന്നത് എക്സിസ്റ്റൻസ് ഓഫ് സീറോ വെക്ടർ എന്ന് വിളിക്കും. ഇനി നെക്സ്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് വെക്ടർ. അപ്പോൾ എന്താന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഒരു എക്സ്, വിയിൽ ഒരു വെക്ടർ എടുത്തു എക്സ്. അപ്പം വിയിൽ ഒരു എക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് വെക്ടർ മൈനസ് എക്സ് എവിടെ ഉണ്ടായിരിക്കണം? ആ വിയിൽ ഉണ്ടായിരിക്കണം. സച്ച് ദാറ്റ് എക്സ് പ്ലസ് മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് എക്സ് പ്ലസ് എക്സ് ഇസ് ഇക്വൽ ടു 0 ആയിരിക്കണം. ഒരു എക്സ് അതിനകത്തുണ്ടെങ്കിൽ മൈനസ് എക്സും അതിനകത്ത് കാണണം. ഫോർ എക്സാമ്പിൾ ഒരു സെറ്റിനകത്ത് 3 ഉണ്ടെങ്കിൽ -3 ആ സെറ്റിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് 5ാമത്തെ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം അല്ലേ.
അപ്പം ഒരു നോൺ എംപ്റ്റി സെറ്റ് വിയെ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കണമെങ്കിൽ അത് വെക്റ്റർ അഡിഷന്റെയും സ്കേലാർ മൾട്ടിപ്ലിക്കേഷന്റെയും കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ വെക്റ്റർ അഡീഷന്റെ ഒരു 5 പ്രോപ്പർട്ടി, സ്കേലാർ മൾട്ടിപ്ലിക്കേഷന്റെ ഒരു 5 പ്രോപ്പർട്ടി. ഇനി വെക്റ്റർ അഡീഷന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാ? ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് സീറോ വെക്റ്റർ ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് വെക്റ്റർ. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി മീൻസ് എക്സും വൈയും വിയിലെ എലമെന്റ് ആണെങ്കിൽ എക്സ് പ്ലസ് വി വിയിൽ കാണണം. കമ്മ്യൂട്ടേറ്റീവോ എക്സും വൈയും രണ്ട് എലമെന്റ് വിയിലെ രണ്ട് എലമെന്റ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ആയിരിക്കണം. നെക്സ്റ്റ് അസോസിയേറ്റീവ് എങ്ങനെ പറയാം? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആയിരിക്കണം. ഇനി 4 എക്സിസ്റ്റൻസ് ഓഫ് സീറോ വെക്ടർ എന്താ പറയുന്നത്? സീറോ എന്ന് പറയുന്ന എലമെന്റ് ആ സെറ്റിൽ ഉണ്ടായിരിക്കണം. അതായത് 0 പ്ലസ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് 0 ആയിരിക്കണം. ഇനി 5 എന്ന് പറയുന്നത് നെഗറ്റീവ്, എക്സ് അതിനകത്തുണ്ടെങ്കിൽ മൈനസ് എക്സും ആ സെറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന്റെ ആക്സിയംസ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ക്ലോഷർ ആക്സിയം. അവിടുത്തെ പോലെ തന്നെ ഇവിടെയും ക്ലോഷർ ആക്സിയംസ് ഉണ്ട്. അപ്പൊ ക്ലോഷർ ആക്സിയം എന്താന്ന് നോക്കാം. കെ ഈസ് എനി സ്കെയിലാർ. കെ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ, ഏതൊരു റിയൽ നമ്പറോ എന്തെങ്കിലും ആയിക്കോട്ടെ കെ. അങ്ങനെയാണെങ്കിൽ എക്സ് ഒരു വെക്ടറും കെ ഒരു സ്കെയിലാറുമാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്കെയിലാറിനെ ഈ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എവിടെ ഉണ്ടായിരിക്കണം? ഈ വിയിൽ ഉണ്ടായിരിക്കണം. That is, if k is any scalar and x is a vector in V, then kx is a vector in V. Okay. Next one is distributive law. അപ്പോൾ എന്താ distributive law നോക്കാം. k ഒരു സ്കെയിലാർ ആണ്, x and y in is v ആണ്. Then k into x plus y equal to kx plus ky. Okay. k ഒരു സ്കെയിലാറും x ഉം y ഉം v യിലെ രണ്ട് എലമെന്റ് ആണെങ്കിൽ k into x plus y നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? kx plus ky എന്ന ഫോമിൽ എഴുതാൻ പറ്റണം. Okay. Next is distributive law. അപ്പോൾ distributive law എന്താന്ന് നോക്കിയേ. For any scalars k1 and k2 and any x in y, v. അപ്പം k1 ഉം k2 ഉം രണ്ട് സ്കെയിലാർ ആണ്, x എന്ന് പറയുന്ന വിയിലെ ഒരു എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ k1 പ്ലസ് k2 ഇൻറ്റു എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റണം? k1x പ്ലസ് k2x എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ. And 9th one is for any scalars k1 and k2 and any x in v, k1 into k2 of x is equal to k1 k2 into x എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ. And 10th one is and last one is for the scalar 1 and any x in v, 1 into x is equal to x. അതേപോലെ തന്നെ നെക്സ്റ്റ് 1 into x. ഇപ്പൊ ആ ഒരു വെക്ടറിൽ ആ ഒരു സെറ്റിലെ ഏതൊരു വെക്ടറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടണം? ആ വെക്ടർ തന്നെ കിട്ടണം. അപ്പം ഈ 10 പ്രോപ്പർട്ടി ഒരു സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് വെക്ടർ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം ഇന്ന് പഠിപ്പിച്ച വെക്ടർ സ്പേസ്, ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. എന്നാൽ മാത്രമേ അടുത്ത നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാൻ പറ്റൂ. ഇവിടെ നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. എക്സാമ്പിൾ 5. Verify whether the singleton set V equal to set 0. The set consisting of real number 0 alone is a vector space under ordinary and addition and multiplication by real numbers. അങ്ങനെയാണെങ്കിൽ ഈ v എന്ന് പറയുന്ന ഈക്വൽ ടു സെറ്റ് 0 ആണ്. അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അഡിഷൻ എന്ന് വെച്ചാൽ ചുമ്മാ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന അഡിഷനും, മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ റിയൽ നമ്പർ സാധാ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ v എന്ന് പറയുന്ന സിംഗിൾട്ടൺ സെറ്റ്, അതായത് സിംഗിൾട്ടൺ സെറ്റ് മീൻസ് ഒരു എലമെന്റ് ഉള്ള സെറ്റിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. അത് 0 ഒരു എലമെന്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, വെക്ടർ സ്പേസ് ആകണമെങ്കിൽ കുറേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോഷർ ആണ്. ഈ വിയിലെ രണ്ട് എലമെന്റ് എടുക്കുക. അതിനകത്ത് വിയിൽ ആകെ ഒരു എലമെന്റേ ഉള്ളൂ 0 0. അപ്പോൾ രണ്ട് എലമെന്റ് ഏത് തന്നെ എടുക്കാം? 0. If 0 in V, then 0 plus 0 is 0 തന്നെ, then is in V. നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് എടുക്കുമ്പോഴോ പ്രത്യേകിച്ച് 0 തന്നെ നമ്മൾ ആദ്യം എടുത്തു. then 0 plus 0 equal to 0 plus 0, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് 0 plus z is equal to 0 plus 0 plus 0 എന്ന് എഴുതാൻ പറ്റും, അതും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി there is a unique vector 0 in V ഉണ്ടായിരിക്കണം. 0 ഉണ്ടല്ലോ, then 0 plus 0 equal to 0 plus 0. അടുത്തത്, അപ്പം 0 ഉണ്ടെങ്കിൽ അതിന്റെ നെഗറ്റീവ് ഒരു വെക്ടർ ഉണ്ടായിരിക്കും. അതായത് ഏത് രണ്ട് വെക്ടർ ആ സെറ്റിനകത്തെ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 0 കിട്ടണം അല്ലേ? then 0 plus 0 again 0. then എന്ത് പറയാം? അതിന്റെ ഇൻവേഴ്സ് -0യുടെ മൈനസ് എന്ന് പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെ? 0 തന്നെ. then 0 plus 0 is 0 കിട്ടിയില്ലേ? ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന്റെ ആക്സിയംസ്.
അതും ഇത് തന്നെ. കെ എടുത്തു. കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. കെയോ 3യോ എന്ത് വേണമെങ്കിലും എടുക്കാം. ദെൻ കെ എടുത്തു. കെ ഒരു സ്കേലാർ വെക്റ്റർ ആൻഡ് 0 ഈസ് ഇൻ വെക്റ്റർ വി. ദെൻ 0x again കിട്ടുന്ന 0 വിച്ച് ഈസ് ഇൻ വി. ഡിസ്ട്രിബ്യൂട്ടീവ് കെ ഇൻറ്റു 0 പ്ലസ് 0 ദെൻ 0 പ്ലസ് 0 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഓരോന്നിനും എക്സുകൾ കിടക്കുന്നിടത്തൊക്കെ 0 കൊടുത്ത് നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റും.